വീടിൻ്റെ അടുത്തുനിന്ന് 10 കിലോമീറ്റർ മാറിയുള്ള അമ്പലം. ഇതാകുമ്പോൾ രാമന്മാരുടെ ശല്യം ഉണ്ടാകത്തില്ല. ഇന്ന് കളക്ഷൻ അടിച്ച് മരിക്കും ഞാൻ. ദൈവമേ, നല്ല കിടുക്കാച്ചി ഒരു കൊച്ചിനെ കാണിച്ചു തരണേ. എവിടെയോ കണ്ടു മറന്ന മുഖങ്ങൾ. എൻ്റെ പൊന്നെ, കയ്യോടെ പൊക്കി കാണാത്ത പോലെ നിൽക്കാം. എന്താ പഞ്ചായത്ത് വിട്ടൊരു പഞ്ചവത്സര പദ്ധതി? അല്ല, എനിക്ക് കേട്ടിട്ടിന്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു. ഏത് ഈ അമ്പലത്തിലോ? അന്നാന്ന് കേക്കട്ടെ, പറ. നിങ്ങൾ എന്താ ഇവിടെ? ഓ, ഞങ്ങൾ ഇവിടെ ചീരയുടെ വിത്ത് ഇടുന്ന പറഞ്ഞു വന്നതാ. ശേഖരൻ വേണോ ആവോ? വേണ്ടേ, ഇനി നമ്മൾ തമ്മിലൊരു ബന്ധമില്ല. ഇനി എവിടെ പോയാലും കൂട്ടിന് അവനുണ്ട്. അവനെന്ത് കിച്ചു? ആ ബിജേട്ടാ, അവിടെ ആനപ്പിണ്ണ കിടക്കുന്നു. അവിടെ ആനയുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പോയിട്ട് വരാം കേട്ടോ. ആ കൊള്ളാം, ആനപ്രേമിയും പോയി. നമ്മളെന്ത് ചെയ്യും? ഇങ്ങനെ പോയി. ആ നമ്മളൊറ്റ. ഓക്കെ എടാ, നമ്മുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണേ. 10-32 വയസ്സായി. ഇടയ്ക്ക് നമ്മളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഈ കുട്ടി എന്തിനാ എന്നെ നോക്കി ചിരിക്കുന്നത്? ദൈവമേ, ഇത്ര പെട്ടെന്ന് എന്റെ പ്രാർത്ഥന കേട്ടോ. പുറകിന് പോയിട്ട് തന്നെ കാര്യം. ഏത് കുട്ടി? ഞാൻ നോക്കിയ കുട്ടിയാണ്. നമ്മുടെ രണ്ടിനും കൂടെ ഒരു കുട്ടിയോ? അതങ്ങ് ഫോറിൻ കൺട്രീസിൽ നടക്കത്തില്ല, ഇവിടെ നടക്കത്തില്ല. ഞാനാ അധികം നോക്കി. കണ്ടോ, കുണ്ടത്തിന്റെ മണം മാറിയാണ്ടോ? നീരുകാലോ ആനയ്ക്ക്. ഇത് കാലാനാണോ നീര്? എടോ മനുഷ്യ, ആനയ്ക്ക് മതപ്പാടാന്ന്. കണ്ടോ, അതിന് സൗകര്യം കണ്ടോ? ഹലോ ബ്രോ, ആനയ്ക്ക് മതപ്പാടാണോ? ആര് പറഞ്ഞു മതപ്പാടില്ലാന്ന്? ആന ഇപ്പൊ കുളിപ്പിക്കാൻ കൊണ്ടു. കണ്ടോ, ഞാൻ അന്നേരെ പറഞ്ഞില്ല ആനയെ കുളിപ്പിക്കാൻ കൊണ്ടുപോകാന്ന്. ആനയ്ക്ക് നീരുകാലോ? ഈ പിണ്ടോ മണപ്പിച്ചോണ്ട് നടക്കത്തേ ഉള്ളു കേട്ടോ.